പരീക്ഷാ ക്രമക്കേട് വിവാദങ്ങൾക്കിടയിൽ നിർണായകമായ PSCയുടെ ബോർഡ് യോഗം ഇന്നാണ് ചേരുക. ക്രൈംബ്രാഞ്ച് അന്വേഷണം തടയാൻ ഹൈക്കോടതിയെ സമീപിക്കണമെന്ന ചെയർമാൻ MR ബൈജുവിന്റെ നിലപാടിൽ അംഗങ്ങളുടെ തീരുമാനം നിർണായകമാകും. KAS ആസൂത്രണ ബോർഡ് പരീക്ഷകളിലെ ക്രമക്കേടുകളിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ SIT ഒരുങ്ങുന്നുണ്ട്. 25-നകം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് SITയുടെ തീരുമാനം. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റോഷി, ഗുഡ് മോർണിംഗ്. റോഷി, DGPക്കാണെങ്കിലും മുഖ്യമന്ത്രിക്കാണെങ്കിലും പരാതികളുടെ ഒരു പ്രളയമാണ്. അത്രയേറെ പരാതികൾ ബോധിപ്പിക്കാനുണ്ട് ഈ ഒരു PSC പരീക്ഷാർത്ഥികളായ വിദ്യാർത്ഥികൾക്ക്. ഈ വീഴ്ചകൾക്കെല്ലാം ഒരു പരിഹാരം കാണണം. അതിനുള്ള അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എതിർക്കുന്നതിലൂടെ എന്താണ് ഇപ്പോൾ ചെയർമാൻ എന്ത് കാരണത്തിന്റെ പേരിലാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എതിർക്കുന്നത്? PSCയിലെ ബാക്കി അംഗങ്ങളുടെ നിലപാട് എന്താകും റോഷി? ഷിയാസ്, PSCയിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഈ പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുയർന്ന പരാതിയിൽ ആ അന്വേഷണം അത് ആഭ്യന്തര വിജിലൻസ് പറയുമ്പോൾ SP-യുടെ നേതൃത്വത്തിലാണ്. ആ അന്വേഷണം മതി എന്ന നിലപാടാണ് നിലവിൽ PSC ചെയർമാൻ MR ബൈജുവിന്. അതേസമയം PSCക്ക് അകത്തുള്ള അന്വേഷണം കൊണ്ട് സത്യസന്ധമായി വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്. കാരണം അത്രയേറെ പരാതികൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ആസൂത്രണ ബോർഡ് ചീഫ് തസ്തിക, KS ഉൾപ്പെടെയുള്ള വിവാദമായ ക്രമക്കേടുണ്ടെന്ന ആരോപണമുയർന്ന പരീക്ഷകളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത്. അതിന് പ്രത്യേക സംഘമാണ് ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. അവർ ഇന്നു മുതൽ തന്നെ ഈ പരാതി നൽകിയ ഉദ്യോഗാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തി തുടങ്ങുകയും ചെയ്യും. അതിനുശേഷം PSCയിലെ ഉദ്യോഗസ്ഥന്മാരുടെ മൊഴിയും ഒപ്പം രേഖകൾ ആവശ്യമെങ്കിൽ പരിശോധിച്ച് 25-നകം തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ പരീക്ഷയിൽ മാത്രമല്ല അഭിമുഖത്തിലും റാങ്ക് പട്ടികയിലും ഉൾപ്പെടെ ക്രമക്കേട് വരുന്നതായി വിവിധ പരീക്ഷകൾ എഴുതിയ ഉദ്യോഗാർത്ഥികൾ പരാതിയും ആരോപണവും ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് PSCക്കെതിരെ നടക്കുന്ന അന്വേഷണം തടയാനുള്ള ചില ശ്രമം പല കോണുകളിൽ നിന്ന് ഉയരുന്നത്. PSC ചെയർമാൻ ഉൾപ്പെടെ ഈ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണ്. അതേസമയം PSCയിലെ മറ്റ് ചില അംഗങ്ങൾ ഇതിനെ അനുകൂലിക്കുകയും ചെയ്യും. അന്വേഷണം നടക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കും. കാരണം PSCയുടെ വിശ്വാസം തകർക്കുന്ന രീതിയിലുള്ള പരാതികളാണ് ഇപ്പോൾ ഉയർന്നത്. അതുകൊണ്ട് വിശ്വാസത്തെ വീണ്ടെടുക്കാൻ ഇക്കാര്യത്തിൽ അന്വേഷണം വേണം. തെറ്റ് ചെയ്തവർ നിയമത്തിന് മുന്നിൽ കീഴടങ്ങേണ്ട സാഹചര്യം ഉണ്ട് എന്നാണ് ഒരു വിഭാഗം PSC അംഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും തരത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെങ്കിൽ ഒരുപക്ഷെ അത് സങ്കീർണമായ നിയമ പോരാട്ടത്തിലേക്ക് എത്തുകയും ചെയ്യും. കാരണം സർക്കാർ ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാരണം ആഭ്യന്തരമന്ത്രിയും ഒപ്പം മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിയാലോചന നടത്തി നിയമോപദേശം തേടിയതിന് ശേഷമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം തീരുമാനിക്കുകയും ചെയ്തത്. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകുന്നത്. റോഷി പറഞ്ഞ പോലെ തന്നെ PSCയുടെ നഷ്ടപ്പെട്ടു പോയ ഒരു വിശ്വാസ്യതയുണ്ട്. അത് തിരിച്ചു പിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായ രീതിയിൽ, ഏറ്റവും മാന്യമായ രീതിയിൽ ഈ ഒരു PSC സംവിധാനം മുന്നോട്ട് പോകുന്നത് അത് കേരളത്തിലാണ് എന്നുള്ള അവകാശവാദങ്ങൾ എല്ലാ സർക്കാരുകളും ഉന്നയിക്കുന്നതാണ്. പക്ഷേ യുവാക്കൾക്ക് ഇപ്പോൾ വലിയ ആശങ്കയുണ്ട്. അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവാൻ ഏറ്റവും മാതൃകാപരമായ ശക്തമായ അന്വേഷണമാണ് നടക്കേണ്ടത്.